അമേരിക്കയിലെ അറസ്റ്റ് വാറണ്ട് വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നുവെന്നാണ് മാർക്കറ്റുകൾ നമ്മോട് പറയുന്നത്. വ്യാപാര ആരംഭത്തിൽ അദാനി എൻ്റർപ്രൈസസ് ഓഹരി വില 1.79% ഇടിഞ്ഞുവെന്ന് വാർത്ത. അദാനി ഗ്രീൻ എനർജി ഓഹരികളിൽ 6.61% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അദാനി കമ്പനികൾക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇദ്ദേഹത്തിനെതിരെ നടപടി വരുന്നു എന്ന വാർത്തയും വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഓഹരി കമ്പോളങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയും. ഉണ്ട്. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ പൂന്താനത്തിന്റെ കവിത പോലെ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അദാനി ഇപ്പോൾ. പക്ഷേ ആ അവസ്ഥ ഒരു ഷോർട്ട് ടേമിലായിരിക്കുമെന്നാണ് ചിലരൊക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ അദാനിയുടെ വ്യക്തിഗത ആസ്തിയിലേക്ക് ആദ്യം പോയി കഴിഞ്ഞാൽ, ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോബ്സിന്റെ റിയൽ ടൈം ബില്യനേഴ്സ് പട്ടികയാണ്. ഇതിൽ 22ാമത്തെ റാങ്കിലായിരുന്നു കഴിഞ്ഞ ദിവസം അദാനി ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ 25ാമത്തെ റാങ്കിലായി. ഇന്നാവുമ്പോഴത്തേക്ക് 26ാമത്തെ റാങ്കിലേക്ക് മാറുന്നു. അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി ഇപ്പോൾ $56.1 ബില്യൺ. ഇതിൽ കുറഞ്ഞിരിക്കുന്നത് $13.7 ബില്യൺ എന്ന് പറഞ്ഞാൽ $1370 കോടി കുറവാണ് അദാനിയുടെ വ്യക്തിഗത ആസ്തിയിൽ ഉണ്ടായിരിക്കുന്നത്. 19%, 6-8% ഇടിവാണ് അതിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോബ്സ് ബില്യനേഴ്സ് റാങ്കിങ്ങിൽ ഗൗതം അദാനി 26ാമത് റാങ്കിങ്ങിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അദാനി ഓഹരികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എല്ലാ അദാനി ഗ്രൂപ്പ് ഓഹരികളും 20% മുകളിൽ ഇടിഞ്ഞിരുന്നു. ഇന്നും വ്യാപാരത്തിന്റെ ആരംഭത്തിൽ അതേ തരത്തിലൊരു ഇടിവാണ് കാണിക്കുന്നത്. 4% ഇടിവിൽ അദാനി എന്റർപ്രൈസസ് തുടങ്ങുന്നു. അദാനി ഗ്രീൻ എനർജി 9% ഇടിവിൽ തുടരുന്നു. അതിനുശേഷം ആ ഇടിവ് ലേശം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഈ കേസും US സെക്യൂരിറ്റി കമ്മീഷനുമായിട്ടുള്ള ഈ കേസും ഇത് സെറ്റിൽമെന്റിന് സാധ്യതയുള്ള ഒരു കേസാണ്. മാത്രവുമല്ല, വൈറ്റ് ഹൗസ് പ്രസ് വക്താവ് ഇന്നൊരു റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് ഇതിൽ US റിലേഷൻ ഒരു തരത്തിലും ഈ കേസ് ബാധിക്കുകയില്ല. ഇത് സെറ്റിൽമെന്റിന് തയ്യാറായിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശ്വാസം അദാനിയെ സംബന്ധിച്ചുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അദാനിയും പറയുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി അദാനിയെ അത് ബാധിക്കും, കമ്പനിയെ ബാധിക്കും, കമ്പനിയിൽ ഈ നിക്ഷേപകർക്കുള്ള അവരുടെ ഒരു വിശ്വാസത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കാലം അദാനി ഓഹരികൾ വീണ്ടും ഇത്തരത്തിലൊരു ഇടിവ് നേരിടും എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വന്നതിനെ പോലെ അത് മറികടന്ന് കരുത്താർജിച്ച അദാനി കമ്പനികളുടെ ഓഹരികൾ വരുമെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഇതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നും തുടർച്ചയായ 2ാമത്തെ ദിവസവും ഇടിവിലാണ് അദാനി ഗ്രൂപ്പിന്റെ വിവിധ കമ്പനികളുടെ ഓഹരികൾ. എസ് കെ. ഓക്കെ, താങ്ക് യു. ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാനാണ് ചേർന്നത്.